അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെട്ട് ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കും. 67 സങ്കീർത്തനം, അതിന്റെ 1 വാക്യം. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. പ്രൈസ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്. നാം ചിന്തിക്കുന്നത് അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ എന്നുള്ളതാണ്. ഈ വചനം വായിക്കുമ്പോൾ സകല ജാതികളും ദൈവത്തെ സ്തുതിക്കണമെന്നാണ്. ക്രൈസ്തവ സമൂഹം മാത്രമല്ല, ബൈബിൾ എന്ന് പറയുന്നത് ക്രൈസ്തവ വിഭാഗത്തിന് വേണ്ടി മാത്രം എഴുതിയിരിക്കുന്നതല്ല, ക്രൈസ്തവരുടെ മാത്രം പുസ്തകമല്ല. ഈ ലോകത്തിൽ എത്ര ജാതികളുണ്ടോ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നതാണ് ബൈബിൾ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതൊരു വ്യക്തികളുടേതാണ്, ഒരു സമൂഹത്തിന്റെ, ഒരു സഭയുടേതാണെന്ന് ഇതിന് അവകാശപ്പെടാൻ പറ്റത്തില്ല. എല്ലാവർക്കും കൂടെ ദൈവം എഴുതി തന്നിരിക്കുന്ന സത്യവേദ പുസ്തകം ഇത് യഥാർത്ഥ വിശുദ്ധ ഗ്രന്ഥമാണ്. മാത്രമല്ല, മറ്റ് പുസ്തകങ്ങളെ പോലെയല്ല, ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആരംഭം തൊട്ട് അവസാനം വരെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഈ ലോകം, ഈ ഭൂമി ഇവിടെ കൊണ്ട് അവസാനിച്ച് പിന്നീട് നിത്യതയിൽ മനുഷ്യന്റെ വാസത്തെക്കുറിച്ചും എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. സകല ചരാചരങ്ങളെക്കുറിച്ചും ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ്. അല്ലേ? ഇതിനകത്തെ ഓരോ വചനങ്ങളും ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ വചനമാണ്. മനുഷ്യന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതും മനുഷ്യന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്നതുമാണ് ഈ വചനം. മാത്രമല്ല, ഇത് ജീവിപ്പിക്കുന്ന വചനമാണ്, സൗഖ്യമാക്കുന്ന വചനമാണ്. സകല മനുഷ്യരെയും കഷ്ടതയിലും പ്രയാസത്തിലും പ്രതിസന്ധികളുടെ നടുവിലും അവർക്ക് ആശ്വാസമേകുന്നതാണ് ഈ വചനം. സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്ക് സമാധാനം നൽകും, സ്വസ്ഥത നൽകും. അത് തന്നെ പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ നൽകുന്നതാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ അശുദ്ധിയെ നീക്കി വിശുദ്ധിയിലേക്ക് നയിക്കുന്നതാണ് ഈ പുസ്തകം. ഹല്ലേലൂയ. അങ്ങനെ എല്ലാ മേഖലയും വചനത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ഈ ഒരു ആഗ്രഹം ദൈവജനത്തിന് ഉണ്ടാകണം, സകല മനുഷ്യർക്കും ഉണ്ടാകണം. പ്രൈസ്. ദൈവത്തിന്റെ മുഖമാണ് നമ്മുടെ മേൽ പ്രകാശിക്കേണ്ടത്. ലോകക്കാരുടെ അല്ല, ലോക മനുഷ്യരുടെ അല്ല, ഇവിടുത്തെ ലോകത്തിൽ മറ്റുള്ള ഒന്നിന്റെ അല്ല മുഖമല്ല നമ്മുടെ മേൽ പ്രകാശിക്കേണ്ടത്. സാക്ഷാൽ സൃഷ്ടാവായിരിക്കുന്ന, രക്ഷിതാവായിരിക്കുന്ന, സകലത്തിന്റെയും ഉടയവനും സർവ്വവ്യാപിയും സർവ്വജ്ഞാനിയും സർവശക്തനുമായിരിക്കുന്ന, മനുഷ്യന്റെ വീണ്ടെടുപ്പുകാരൻ രക്ഷകനായിരിക്കുന്ന, ഇന്ത്യക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് വന്ന് മാനവകുലത്തിന്റെ മുഴുവൻ പാപങ്ങളെ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവൻ, അടക്കപ്പെട്ടവൻ, കല്ലറയ്ക്ക് അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല, 3-ാം നാൾ അതിശക്തിയോട് ഉയർത്തെഴുന്നേറ്റ് മഗ്ദലക്കാരത്തി മറിയയ്ക്കും മെബൂസിലേക്ക് പോയ ശിഷ്യന്മാർക്കും 11 പ്രത്യക്ഷമായി, 500-ലധികം പേർക്ക് പ്രത്യക്ഷമായെന്ന. അങ്ങനെ 40 നാളുകൾ അവരോട് കൂടിയിരുന്ന ദൈവനിയോഗങ്ങളും കൽപ്പനകളും കൊടുത്ത് ആമീൻ അവർ നോക്കി നിൽക്കെ സ്വർഗത്തിലേക്ക് കരയേറിപ്പോയവനും ഞാൻ പോയതുപോലെ മടങ്ങി വരും, എന്തിന്? തന്റെ വിശുദ്ധ സഭയെ ചേർക്കാൻ മടങ്ങി വരുമെന്ന് നമ്മോട് വാക്കു പറഞ്ഞവനും വാഗ്ദത്തം ചെയ്തവനുമായിരിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ പുസ്തകമാണ് ഈ വചനം എന്ന് പറയുന്ന, ബൈബിൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം അനുഗ്രഹത്തിനായി ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യരും ഇവിടെ ഇല്ല. ഹല്ലേലൂയ. ദൈവം നമ്മുടെ കൃപ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹം ആഗ്രഹിക്കാത്തവരായിട്ട് ഈ ഭൂമിയിൽ ആരാ ഉള്ളവർ? ഹല്ലേലൂയ. വരണ്ട നിലം മഴയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു. നമുക്കറിയാം, കോരിച്ചൊരിയുന്ന മഴ പെയ്യുമ്പോൾ മനുഷ്യൻ പറയും ഭയങ്കര മഴയാണ്. ഇപ്പം അത് പൊരിയുന്ന വെയിൽ വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യന് വീട്ടിനകത്തും ഇരിക്കാൻ പറ്റത്തില്ല, പുറത്തും ഇരിക്കാൻ പറ്റത്തില്ല. അത്ര കഠിനമായ ചൂട്. ഭൂമിയെല്ലാം വരണ്ട് കിടക്കുന്നു, വൃക്ഷലതാദികളെല്ലാം കരിഞ്ഞുണങ്ങുന്നു, പുല്ലുകളെല്ലാം ഉണങ്ങി. മനുഷ്യൻ വെള്ളം കുടിച്ചിട്ട് മനുഷ്യന്റെ ദാഹം തീരുന്ന, മനുഷ്യൻ ശരീരത്തെ വെള്ളം ആവിയായി വെറ്റിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ മേഖലയും വരണ്ട് കിടക്കുമ്പോൾ ഭൂമി എന്ത് ചെയ്തു? മഴയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു. മനുഷ്യൻ മഴയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു. പക്ഷമൃഗാദികൾ എല്ലാം മഴയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പം മക്കൾ മാതാപിതാക്കന്മാരുടെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നു. വേലക്കാർ തന്റെ യജമാനന്റെ അഭിനന്ദനത്തിനായി ദാഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യകുലം ദൈവത്തിന്റെ അനുഗ്രഹത്തിനായി ദാഹിക്കുന്നു. അങ്ങനെ എല്ലാവരും അനുഗ്രഹമാണ്.
ശരിയാ. എല്ലാവർക്കും സ്നേഹം. ഭാര്യ ഭർത്താവിന്റെ സ്നേഹം ആഗ്രഹിക്കുന്നു, ഭർത്താവ് ഭാര്യയുടെ സ്നേഹം ആഗ്രഹിക്കുന്നു, മക്കൾ അപ്പനമ്മമാരുടെ സ്നേഹം, അപ്പനും മക്കളുടെ സ്നേഹം ആഗ്രഹിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും ഒരു അനുഗ്രഹം ആവശ്യമാണ്. അല്ലേറിയ പക്ഷിമൃഗ ഇഴജാതികളെല്ലാം അല്ലെ അതെല്ലാം ദൈവത്തെ നോക്കിയിരിക്കുന്നു. എല്ലാവർക്കും ദൈവം തീൻ കൊടുക്കണം. അല്ലേ? അപ്പൊ അനുഗ്രഹം ദൈവം തന്റെ മുഖത്തെ അന്വേഷിക്കുന്ന മനുഷ്യരുണ്ടോ എന്ന് നോക്കുകയാണ്. ദൈവമുഖം അന്വേഷിക്കുന്ന മനുഷ്യരുണ്ടോ എന്ന് ദൈവം നമ്മെ സദാസമയം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വചനം പഠിക്കും, ദൈവത്തിന്റെ കൃപ വെളിപ്പെടുത്തുന്നു. ആ കരുണയുടെ ഫലമായ അനുഗ്രഹം അല്ലെങ്കിൽ പുത്രനാം ദൈവത്തിൽ കൂടി ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവം തന്റെ കരുണ, തന്റെ കൃപ, അനുഗ്രഹത്തെ എല്ലാം കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വീണ്ടും വായിക്കുക കാണുന്നുണ്ട്, നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം ദൈവകൃപയാണ്. ദൈവത്തിന്റെ രക്ഷ മറ്റുള്ളവരെ അറിയിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പൊ നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം ദൈവകൃപയാണ്. അപ്പോൾ തന്നെ ഈ രക്ഷ അനുഭവിക്കാം. ഇപ്പം ആയിരങ്ങൾ നമ്മുടെ ചുറ്റിനും ലോകത്തിന്റെ പാപങ്ങളിൽ വീണ് കിടക്കുമ്പോൾ ഈ രക്ഷയുടെ സന്ദേശം വിളിച്ചറിയിക്കുക എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും കർത്തവ്യമാണ്, ദൗത്യമാണ്. അതിൽ ഒഴിഞ്ഞിരിപ്പാൻ നമുക്ക് കഴിയില്ല. ലോകം പലതും പറയും, ലോകം പലതും പറഞ്ഞുകൊണ്ടിരിക്കും, പലതും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുടെ എണ്ണം, സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവസഭയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. തകർക്കാൻ ശത്രു പല പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടും തകർക്കാൻ കഴിയത്തില്ല. അത്രമാത്രം വളർന്നുകൊണ്ടിരിക്കുന്ന, വിശാലമായി കൊണ്ടുപോയി ശക്തമായ ആത്മീയ ഉണർവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ദൈവസഭ. അല്ലേറിയ 1-ാം നൂറ്റാണ്ട് തൊട്ട് പലരും ഇതിനെ നുള്ളിക്കളയുവാൻ, ചവിട്ടിക്കളയാൻ, മെതിച്ചുകളയാൻ നോക്കി. അവരെയെല്ലാം ദൈവം തന്റെ വചനം കൊണ്ട് മെതിച്ചു കളഞ്ഞ് ഇന്നൊന്നും അവരൊന്നും ഭൂമിയിലില്ല. ദൈവത്തിന്റെ വചനത്തെ മെതിച്ചു കളയുവാൻ, ദൈവജനത്തെ മെതിച്ചു കളയാൻ ദൈവസഭ ഇല്ലായ്മയെ ശ്രമിക്കുന്ന ശ്രോതാവേ, എന്നെ കേൾക്കുന്ന രാഷ്ട്രീയക്കാര, എന്നെ കേൾക്കുന്ന തീവ്രവാദ, ഭീകരവാദ, വർഗീയവാദി, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ, ഇവിടുത്തെ നിയമപാലകരായിരുന്നാലും ജുഡീഷ്യയായിരുന്നാലും വലിയ ലോകത്തിന്റെ ഏത് ഉന്നതാധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരായിരുന്നാലും ഏത് മത നേതാവായിരുന്നാലും എത്ര വലിയ ജാതിശക്തിയായിരുന്നാലും ദൈവത്തിന്റെ വചനത്തെ നീ ഒതുക്കാൻ ശ്രമിച്ചാൽ, ദൈവസഭയെ നീ ഒതുക്കാൻ ശ്രമിച്ചാൽ, ദൈവമക്കളെ ഒതുക്കാൻ ശ്രമിച്ചാൽ ദൈവം നിന്നെ ഒതുക്കും കേട്ടോ. ദൈവം നിന്നെ ഒതുക്കും. കണ്ടുവരുന്നതാണ്. അതുകൊണ്ട് ഇതിനെ ഒതുക്കാൻ പറ്റത്തില്ല. ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. എവിടെ നോക്കിയാലും ഉണർവിന്റെ തീ ജ്വാല കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. ലേരിയ. അപ്പൊ ഇത് വളരുന്ന പ്രസ്ഥാനമാണ്. ലേരിയ. ഇത് പിളരുന്നതല്ല, വളരുന്ന പ്രസ്ഥാനമാണ്. ഭൂമിയിലെ അനവധി പ്രസ്ഥാനങ്ങളെല്ലാം വളരും തോറും പിളരും തോറും വളരുന്നു. എന്നാൽ ദൈവസഭ വളരും തോറും പിളരും തോറും വളരുന്നുമല്ല, ദൈവസഭ വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് പിളരുന്നതല്ല. ഇതിനെ പിളർത്തുവാൻ ഉലകത്തിൽ ഒരു മനുഷ്യനും ജനിച്ചിട്ടില്ല. ഉലകത്തിൽ ഒരു മനുഷ്യനും ജനിച്ചിട്ടില്ല. ദൈവമില്ലെന്ന് പറയുന്ന മൂടന്മാരും നിരീശ്വരവാദികളും യുക്തിവാദികളും അടക്കം തീവ്രവാദ, ഭീകര, വർഗീയവാദികൾ, പല നേതാക്കന്മാരും, മതങ്ങളും പല ഇസങ്ങളും ഒക്കെ എഴുന്നേറ്റ് നോക്കിയിട്ടുണ്ട് ഇതിനെയൊന്നും ഇല്ലായ്മ ചെയ്യുവാൻ. ബൈബിൾ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ട്, പുഴയിൽ ഒഴുക്കിയിട്ടുണ്ട്, മുനിസിപ്പാലിറ്റി വലിച്ചെറിഞ്ഞ് പിച്ച് കീറി കളഞ്ഞിട്ടുണ്ട്. അല്ലേലിയ. എല്ലാം തകർന്ന് തരിപ്പണമായി. ഞാനിതിനു മുമ്പ് നിങ്ങളോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. 2018 അല്ലേലിയ 17 കാലങ്ങളിലല്ല, 17 ലാസ്റ്റാ, ഞങ്ങൾ സുവിശേഷമായി ഒരു പൊന്നാനിയുടെ പ്രദേശത്ത് തീരദേശ മേഖലകളിൽ പോയി. അല്ലേലിയ. അന്ന് ഞങ്ങളൊരു ഏരിയയിൽ ചെന്ന് ഒരുപാട് സുവിശേഷം കൊടുത്തു, സുവിശേഷ പദ്ധതികളൊക്കെ കൊടുത്തു. അപ്പം ഞങ്ങൾ കൊടുത്തതെല്ലാം ഒരു കൂട്ടം ജനം പിച്ച് കീറി, വലിച്ചു കീറി ഞങ്ങളുടെ കൺമുമ്പിലേറിയ കാഴ്ച ഞാൻ ഇന്ന് ഓർക്കുകയാണ്. 2017 വന്ന് ലോകം മുഴുവൻ എന്ത് ചെയ്തു? കേരളം മുഴുവൻ ഒരു ഒറ്റ അല്ലേലിയ പ്രളയം വന്നു. സകല ജനങ്ങളും അന്ന് ബൈബിൾ പിച്ച് ചീന്തി ഇട്ട സ്ഥലങ്ങളിൽ അനേക കുടുംബങ്ങൾ വെള്ളത്തിലായി. ലേലി. ഇതിനെ ഒതുക്കാൻ ശ്രമിച്ചാൽ ദൈവം നിന്നെ ഒതുക്കും, നിന്റെ ദേശത്തെ ഒതുക്കുമെന്ന്. അല്ലേലിയ. പിന്നെ മണൽ വാരിയത് കൊണ്ടാണ്, കുഴി വന്നത് കൊണ്ടാണ്, കരയെല്ലാം വെട്ടിപ്പിടിച്ചത് കൊണ്ടാണ്, തോടുകളെല്ലാം കെട്ടിയെടുത്തത് കൊണ്ടാണ് വെള്ളപ്പൊക്കം വന്ന് ജലനശിച്ചത് പറയുന്നത് കൊണ്ട് അങ്കിപ്പറയട്ടെ. പക്ഷേ ദൈവവചനത്തോട് നീ കളിക്കരുത്. ദൈവവചനത്തോട് കളിക്കുന്ന തീക്കളിയാണ് ശ്രോതാവി. ഇത് തീയാണ്. ദൈവവചനം തീയാണ്. ദൈവത്തിന്റെ വചനം തീ പോലെയും പാളയത്ത് തീർക്കുന്ന ചുറ്റിക പോലെയെന്നാണ് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 23-29 വായിക്കുന്നത്. അപ്പൊ ഇത് തീ കൊണ്ടുള്ള കളിയാണ്. അല്ലേരിയ. തീ കൊണ്ട് കളിച്ച പൊള്ളും. അല്ലേരിയ. തീക്കകത്ത് ചാടുന്നവൻ തീ കൊണ്ട് കളിക്കുന്നവനെ പൊള്ളലേക്കും. അതുകൊണ്ട് ദൈവവചനമാകുന്ന തീക്കകത്ത് നീ തൊട്ട് കളിക്കരുത്. തൊട്ട് കളിച്ചാൽ ഇത് പൊള്ളുന്ന വചനമാണ്.
ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് ദൈവിക വലിയ ദൈവിക ഭരണത്തിന് ലോകം മുഴുവൻ ഹല്ലേലൂയ വിജയമാകുമെന്ന് ഹല്ലേലൂയ. ആമേൻ. ഇവിടെ നമുക്ക് കാണാം, ദൈവം ഈ ലോകത്തെ ഭരിക്കാൻ വരും. കർത്താവായ യേശു ക്രിസ്തു തന്റെ വിശുദ്ധന്മാരുമായി 1000 ആണ്ട് ഭൂമിയെ ഭരിക്കാൻ വരുന്നൊരു കാലഘട്ടമുണ്ട്. അതിനെ സഹസ്രാബ്ദ യുഗം എന്നൊക്കെ പറയും. ആ കാലഘട്ടം ഈ ഭൂമിയിൽ അതിശ്രേഷ്ഠമായിരിക്കും. അതിനു മുമ്പ് ഇവിടെ ചിലതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഭാരപ്പെട്ടു പോകുന്നതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭമാണ്. യുദ്ധങ്ങളും ക്ഷാമങ്ങളും യുദ്ധശ്രുതികളും സുനാമികളും ഭൂകമ്പങ്ങളും ജാതിയോട് മതത്തോട് എന്നുവേണ്ട സകലവിധ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ തകർന്നു പോകരുത്. ഇതെല്ലാം ഇവിടെ സംഭവിക്കേണ്ടതാണ്. രക്തം ചെയ്യും. അതുകൊണ്ട് അനുഗ്രഹം ആഗ്രഹിക്കാത്തവരായിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല. എല്ലാവരും അനുഗ്രഹം ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് അനുഗ്രഹത്തിന്റെ ഉറവിടമായിരിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തെങ്കിലും വേണം. അനുഗ്രഹത്തിന്റെ ഉറവിടം കർത്താവായ യേശു ക്രിസ്തു ആകട്ടോ. അല്ലെങ്കിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും അവൻ നമ്മെ നിറച്ചിരിക്കുന്നു എന്നാണ് എഫേസ്യ ലേഖനം 1:4 വായിക്കുമ്പോൾ. അപ്പൊ ഇവിടെ ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങൾ ഇവിടുത്തെ മത നേതാക്കന്മാരുടെയല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഗ്രഹം നിങ്ങൾ സ്വന്തമായിട്ട് സൃഷ്ടിച്ചെടുത്തു, നിങ്ങൾ സ്വന്തമായിട്ട് അവരെ അന്തരീക്ഷത്തിൽ വിളിച്ചു വരുത്തിയതും ഒന്നുമല്ല. ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം തന്നതാണ്. നിങ്ങൾക്ക് ഓരോ മേഖലയുടെ ഉയർച്ച തന്നു. ഉയർച്ചയിലൂടെ നിങ്ങൾ സമ്പാദിച്ചത്, നിങ്ങൾ അധ്വാനിച്ചത്, നിങ്ങൾ കഷ്ടപ്പെട്ടതായിരിക്കും. പക്ഷെ അതിൻ്റെ എല്ലാം പിന്നിലെ കരം ദൈവത്തിൻ്റെതാണ്. പിന്നെ നിങ്ങളുടെ അധ്വാനമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇരിക്കുന്നുണ്ട്, ശരിയാ. പക്ഷെ ദൈവമാണ് നിങ്ങളെ അനുഗ്രഹിച്ചത്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ തിരുമുഖം ആകാംക്ഷയോടെ അന്വേഷിച്ചവൻ മുൻപിതാവായി യാക്കോബ് ആകുന്നുവെന്ന് നമുക്ക് തിരുവെഴുത്ത് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ദൈവത്തിന്റെ മുഖം ആകാംക്ഷയോടുകൂടി അന്വേഷിച്ചത് ആരാണ്? ആമേൻ, മുൻപിതാവായ യാക്കോബാണ്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത്, അല്ലെങ്കിൽ സ്തോത്രം, വേദപുസ്തകം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞു. ആ സ്ഥലത്തിന് ആമേൻ പെനിയേൽ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. എന്നാൽ തുടയുടെ ഉളുക്കു നിമിത്തം അവൻ മുടന്തി നടന്നു എന്ന് കാണുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് യാക്കോബിനെ പോലെ ഞാൻ നിങ്ങൾ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം. ഇവിടെ വചനം വായിക്കുന്നത് കാണുന്നത്, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറയും. ആ സ്ഥലത്തിന് പെനിയേലെന്ന് പേരിട്ടു. യാക്കോബ് ദൈവത്തിന്റെ മുഖം കണ്ടു, പുതിയ പേരും അവന് ലഭിച്ചു. യാക്കോബ് ദൈവത്തിന്റെ മുഖം കണ്ടു, അവന് പുതിയ പേര് ലഭിച്ചു. അതുവരെ യാക്കോബിനെ ഉപായി എന്നും യാക്കോബ് എന്നൊക്കെ വിളിക്കുകയായിരുന്നു. പക്ഷേ അവൻ ദൈവത്തിന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ, ദൈവിക അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ പേര് യാക്കോബ് എന്നുള്ളത് ദൈവം മാറ്റി അവന്റെ പേര് ഇസ്രായേൽ എന്നാക്കി. ഹല്ലേലൂയ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രഭു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ പ്രഭു എന്ന് പറയുന്നത് ഇസ്രായേലത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവവചനം പറയുന്നത്, ഹല്ലേലൂയ, പുതിയ ധൈര്യവും തന്റെ സഹോദരനായ യേശാവിനെ എതിരേൽക്കുവാനുള്ള പുതിയ ബലവും അവൻ പ്രാപിച്ചു. ഹല്ലേലൂയ. യേശാവ് തനിക്കെതിരെ വലിയ പ്രതിസന്ധിയുമായിട്ട് വരുന്നുണ്ട്. യേശാവിന്റെ മുമ്പിൽ പെട്ടുപോയ യാക്കോബിന്റെ ജീവൻ അപകടത്തിലാകുമെന്നൊക്കെ യാക്കോബ് മനക്കോട്ട കെട്ടി ഇരിക്കുമ്പോഴാണ് ദൈവം യാക്കോബിനെ സന്ദർശിക്കുന്നതും യാക്കോബ് ദൈവമുഖം കാണുന്നതും. അതോടുകൂടി യാക്കോബിന്റെ പേര് മാറി. അല്ലെങ്കിൽ അവന് പുതിയ ബലം പ്രാപിച്ചു. യാക്കോബിന് സ്തോത്രം, യാക്കോബ് ആയിരുന്നവൻ ഇസ്രായേലായി മാറി. ഹല്ലേലൂയ. അത് നമ്മൾ ദൈവമുഖം അന്വേഷിച്ചാൽ ദൈവം നമുക്ക് പുതിയ ബലം തരും, പുതിയ ശക്തി തരും. അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ നമ്മുടെ വീട്ടിൽ നിറയും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവ്, നിന്റെ കുടുംബത്തിന്റെ ശൂന്യത, നിന്റെ കുടുംബത്തിന്റെ കഷ്ടത, അരാജകത്വം, ഇരുളല്ലേ നിന്റെ കുടുംബത്തിൽ, ഉയർച്ചയില്ലാതെ, നന്മയില്ലാതെ, അനുഗ്രഹമില്ലാതെ നീ കരയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? എനിക്ക് മാത്രമേ ഗതിയുള്ളൂ, എനിക്കും എൻ്റെ കുട്ടികൾക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രമേ ഈ സ്ഥിതിയുള്ളൂ. ഞങ്ങളുടെ അയൽവാസികളെ കണ്ടില്ലേ, അടുത്ത് കിടക്കുന്നവരെ കണ്ടില്ലേ, എൻ്റെ ചുറ്റുമുള്ള സ്വന്തക്കാരെ ബന്ധക്കാരെ അവർക്കൊക്കെ എന്ത് ഉയർച്ചയാണ്, ഞങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട്? ഹല്ലേലൂയ. ഈ സ്ഥിതി സംഭവിച്ചു എന്നൊക്കെ ഓർത്ത് നീ വിലപിക്കാറില്ലേ? അങ്ങനെ വിലപിക്കാറുണ്ട്. അങ്ങനെയുള്ള നിന്നോട് ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം പറയട്ടെ, നീ ദൈവത്തിന്റെ തിരുമുഖം അന്വേഷിക്കുന്നെങ്കിൽ അവരെക്കാൾ ശ്രേഷ്ഠമായി നീ ദൈവം നിന്നെ അനുഗ്രഹിക്കും.
പണ്ടൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി. ഞങ്ങൾക്ക് വിശ്വാസത്തിലേക്ക് വരുന്ന മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഓരോരുത്തരും പണം ഉണ്ടാക്കുന്നു, പണക്കാരായി മാറുന്നു, പണക്കാരെന്ന് വിളിക്കുന്നു, അവർക്ക് സ്ഥാനമുണ്ട്, മാനമുണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്. അപ്പം ഞങ്ങളൊക്കെ കാലഘട്ടത്തിൽ പട്ടിണികളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച ജീവിതകാലമാണ്. അല്ലേ ഏലിയ? അപ്പം അങ്ങനെയൊക്കെ ജീവിച്ചൊരു കാലഘട്ടം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെയൊക്കെ ചെറുപ്രായം, എൻ്റെയൊക്കെ ചെറുപ്രായം എന്ന് വെച്ചാൽ തിന്നാനൊന്നുമില്ല, കുടിക്കാനൊന്നുമില്ല, ഇടാൻ വസ്ത്രമില്ല. ഓരോ ദിവസം വളരെ കഷ്ടം. ഞാനും എൻ്റെ ഒരു പെങ്ങളുണ്ട് കേട്ടോ, മൂത്ത പെങ്ങൾ. ഞങ്ങൾ എത്രയോ കാലങ്ങൾ ഓരോരുത്തരും പ്ലാവിൻ്റെ ചുവട്ടിൽക്കൂടെ പോയി ചക്കക്കൂര് പിറക്കിക്കൊണ്ട് വന്ന് ആഞ്ഞിരി പ്ലാവിൻ്റെ കീഴിൽ പോയിന്ന് അയിഞ്ഞിന്നൊക്കെ അതിൻ്റെ കുരു പിറക്കിക്കൊണ്ട് ചുട്ടു നിന്നും പുറത്തു നിന്ന് ഞങ്ങൾ വെള്ളം കുടിച്ചിട്ടുണ്ടെന്ന് പറയാമോ? അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ആ ജീവിത കാലഘട്ടത്തിൽ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, ഇവരെല്ലാം ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ ഗതിയുന്നത്? അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് പറ്റിക്കും? ഞങ്ങൾ ഈ പ്ലാവിന്റെ ചൂട് തിരങ്ങി നടക്കുക, ഈ ആയിരിയുടെ ചൂട് തിരങ്ങി നടക്കുക, വല്ല വീട്ടിലെ ഓമയ്ക്ക കുത്തിപ്പിറക്കി ഇറക്കുക, വല്ല പ്ലാവിലെ ചക്കയെന്ന് ഞങ്ങൾ പറിച്ചുകൊണ്ട് വന്ന് തിന്നുന്ന കാലഘട്ടം ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സ്ഥിതി വന്നത്? പിന്നെയാണ് മനസ്സിലായത് എന്താണെന്ന്. ഞങ്ങളുടെ പിതാക്കന്മാർ, എൻ്റെ പിതാവും എൻ്റെ മാതാവും ദൈവത്തെ അറിഞ്ഞില്ല. അവർ മുഴുവൻ മദ്യപാനികളായിരുന്നു. അവർ മുഴുവൻ അധ്വാനികളായിരുന്നുകൊണ്ട് അവർ ദൈവത്തെ അറിയാനുള്ള ദൈവത്തിന്റെ തിരുമുഖം അവർ അന്വേഷിക്കാഞ്ഞത് കൊണ്ട് ഞങ്ങളുടെ കുടുംബം ഇരുളിലായിപ്പോയി, അന്ധകാരത്തിലായിപ്പോയി. അല്ലേലൂയ, രക്തം ചെയ്യും. പിന്നെ എന്നാൽ ഞങ്ങളൊക്കെ പ്രായമായി കഴിഞ്ഞ് ഞങ്ങളൊക്കെ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന്റെ തിരുമുഖം അന്വേഷിച്ചു കഴിയുമ്പോൾ ഞങ്ങളുടെ പഴയ കാലഘട്ടത്തെ ദൈവം മാറ്റി തന്നൊരു ഓർമ്മയായിട്ട് നിൽക്കുക കേട്ടോ. വെറും ചെറ്റക്കുള്ള 4 തൂണയിൽ ഇഴ കയറ്റി വെച്ചത് ആമെ 4 തൂണയിൽ ആമയത് ഉത്തരം കയറ്റി വെച്ചുണ്ടാക്കിയ വീട് ഏത് സമയത്തും താഴെ വീഴും. മഴ പെയ്ത വെള്ളം മുഴുവൻ വീഴും. അല്ലേലിയ. രാത്രികാലങ്ങൾ ഉറങ്ങാതിരുന്ന സമയങ്ങൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ജീവിച്ചത് കേട്ടോ. അല്ലേലിയ. എന്നാൽ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചപ്പോൾ ദൈവം ഞങ്ങളുടെ സ്ഥിതികൾക്കൊക്കെ മാറ്റം തന്നു. എന്നാൽ ഞങ്ങൾ കൂടിച്ചെന്നെ പണക്കാനായതിന് ഞങ്ങൾക്ക് ഓരോ ദിവസവും കഴിഞ്ഞു പോകാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദൈവമുഖം അന്വേഷിക്കാത്തവന്റെ സകല കുടുംബങ്ങളും ആമേൻ അല്ലെങ്കിൽ പ്രതിസന്ധികൾ നിറയപ്പെട്ടതാണ്. ദൈവമുഖം അന്വേഷിക്കുന്നവന്റെ കുടുംബത്തിനകത്ത് ദൈവിക അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഞാൻ ജീവിതത്തിൽ പഠിച്ച കാര്യങ്ങൾ കേട്ടോ. ഇതൊക്കെ പണം എനിക്ക് ലക്ഷ്യമൊന്നുമില്ല, കാരണം ഞങ്ങൾ അനുഭവിച്ചത് അങ്ങനെയാ. അല്ലെങ്കിൽ ഞങ്ങളുടെ മാതാപിതാക്കളും കള്ളുകൂടിയന്മാരായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് ദൈവമില്ലായിരുന്നു. അല്ലെങ്കിൽ അവർ പേരുകൊണ്ടൊക്കെ ക്രിസ്ത്യാനികളാണ്, പക്ഷെ അവരുടെ ജീവിതം എന്താ? കള്ളു കുടിക്കണം, ജീവിക്കണം, ഞായറാഴ്ച പോയി പള്ളിയിൽ നിന്ന് കുരിശു വരയ്ക്കണം, അല്ലാതെ ദൈവമാരെന്നോ ദൈവമെന്തെന്നോ പള്ളിയെന്തെന്നോ പട്ടമെന്തെന്നോ അവർക്കറിയില്ല. അവർക്ക് ജഡത്തിൽ സന്തോഷിക്കണം. അതുകൂടെ തലമുറകൾ ശാപിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഇന്നും അങ്ങനെ അനവധി കുടുംബങ്ങൾ കേട്ടോ. അതുകൊണ്ട് 67 സംഗീതങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് സകല ജാതികളും ദൈവത്തെ സ്തുതിക്കണം, സകല ജാതികളും ദൈവത്തിന്റെ തിരുമുഖം അന്വേഷിക്കണം. ഒരു കുടുംബത്തെ പോലും ദൈവം തള്ളിക്കളയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ കുടുംബ ശാപത്തിൽ നിന്ന്, പാപത്തിൽ, രോഗത്തിൽ, ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വരണം. സാത്താന്റെ ആധിപത്യ കുടുംബങ്ങൾ പുറത്തു വരണം എന്ന് യാക്കോബായ ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പൊ യാക്കോബ് ദൈവത്തിന്റെ മുഖം കണ്ടത് മുഖാന്തരം അവന്റെ പേര് മാറി, ഒരു പുതിയ ബലം ധരിച്ച് അവന് പുതിയ ശക്തി കിട്ടി. ആമി നല്ല സഹോദരൻ യേശാവിനെ എങ്ങനെ നേരിടണമെന്ന് ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ദൈവം മാറ്റിത്തരും. ഹല്ലേലൂയ. നിന്റെ ജാതി ദൈവം ചോദിക്കുന്നില്ല, നിന്റെ നിറം ദൈവം ചോദിക്കുന്നില്ല, നീ ഏത് മതക്കാരനാണെന്ന് ദൈവം ചോദിക്കുന്നില്ല, നീ ഏത് ഭാഷക്കാരനാണെന്ന് ചോദിക്കുന്നില്ല, നിന്റെ ജീവിത സാഹചര്യങ്ങളൊന്നും കർത്താവ് ചോദിക്കുന്നില്ല. നീ ദൈവത്തിന്റെ മകനാണ്. മതങ്ങൾ ദൈവം ഉണ്ടാക്കിയതാണ്. മതം ദൈവം ഉണ്ടാക്കി, മതങ്ങൾ ദൈവം ഉണ്ടാക്കി. അല്ലെ മതം മനുഷ്യനുണ്ടാക്കിയതാണ്. അല്ലെ മതം ദൈവം ഉണ്ടാക്കിയതല്ല കേട്ടോ. അല്ലേ മതങ്ങളെ സ്തോത്രം അല്ലെ മനുഷ്യൻ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ചിലതൊക്കെ പറഞ്ഞാൽ മതങ്ങളെല്ലാം ദൈവം സൃഷ്ടിച്ചെന്ന ഒരു മതവും ദൈവം സൃഷ്ടിച്ചിട്ടില്ല കേട്ടോ. ദൈവം സൃഷ്ടിച്ച ആണും പെണ്ണുമായിട്ട് 2 ജാതി. അല്ലേ? അപ്പൊ ഇന്നാലും ഞാനൊരാളോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എല്ലാ മതങ്ങളും ദൈവം സൃഷ്ടിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല, എല്ലാ മതങ്ങളും ദൈവം സൃഷ്ടിച്ചില്ല. അങ്ങനെയുള്ള ചിന്ത കളയണം. എല്ലാ മതങ്ങളും മനുഷ്യൻ സൃഷ്ടിച്ചു. അല്ലേ? മനുഷ്യനെല്ലാവരും ജാതിയായി പേരായിട്ട് ജയിച്ചു. അല്ലേ? മനുഷ്യനാണ് എല്ലാത്തിനും വേർതിരിവ്. ദൈവം സൃഷ്ടിച്ചത് മനുഷ്യൻ എന്ന് പറയുന്ന വർഗത്തെ, മനുഷ്യന്റെ സകല നന്മകളിൽ നിന്ന് അവൻ ദൈവ കുടുംബത്തിൽ വസിക്കണമെന്നാണ്. അപ്പം ദൈവത്തിന്റെ സൃഷ്ടിയിലേക്ക്, ദൈവത്തിന്റെ ആ മുഖപ്രകാശത്തിലേക്ക് നമ്മൾ വരണം. ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ. അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതെല്ലാം മനുഷ്യന് നന്മയ്ക്കാണ്.
അല്ലേ? മനുഷ്യന്റെ അനുഗ്രഹത്തിനാ. അതുകൊണ്ട് നിന്റെ കുടുംബത്തിനകത്തെ ആ ശാപത്തെ മാറ്റണമെങ്കിൽ നീ ദൈവമുഖം അന്വേഷിക്കണം. നീ ശാപം മാറാൻ വേണ്ടി, ശാപത്തിന്റെ കെട്ടടിക്കാൻ, നിന്റെ കുടുംബത്തിന്റെ ബന്ധനം ഒഴിക്കാൻ വേണ്ടി എത്ര കാലമായി നീ അവിടെ ഇവിടെ കയറി ഇറങ്ങി ആരുടെ എല്ലാം മുമ്പിൽ പോകുന്നു, ആരുടെ മുമ്പിൽ തലചാലിച്ചുകൊണ്ട് എന്തെല്ലാം നീ കാട്ടിക്കൂട്ടുന്നു. ഇന്നുവരെ നിന്റെ കുടുംബത്തിന്റെ ശാപത്തിന്റെ, ജീവിതത്തിന്റെ ശാപത്തിന്റെ ബന്ധനം വഴിഞ്ഞോ? മാറിയിട്ടില്ല. എന്തുകൊണ്ടാ? നീ മനുഷ്യന്റെ മുഖം അന്വേഷിക്കുന്നു, ദൈവമുഖം അന്വേഷിച്ചില്ല. ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചിരുന്നെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം വന്നേനെ. അതാ ഞാൻ പറഞ്ഞു, എല്ലാം ദൈവം സൃഷ്ടിച്ചു എന്ന മതങ്ങളും എല്ലാം ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അല്ലേലിയ. വ്യാജ പ്രചരണങ്ങളും വ്യാജ ഉപദേശങ്ങളും വ്യാജ പ്രവാചകന്മാരും കള്ള വിട്ടയന്മാര്, കള്ള അപ്പോസ്തലന്മാര്, കള്ള ഉപദേശിമാരടക്കം വയറിന് വേണ്ടി ജീവിക്കുന്ന വലിയൊരു കൂട്ടം ജനം ഇറങ്ങിയിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ അതെല്ലാം വിഭാഗത്തിലുണ്ട്. അവരല്ല ഇതിനൊക്കെ, അല്ലെങ്കിൽ അവരെ അല്ല നമ്മൾ നോക്കേണ്ടത്, അവരുടെ മുഖമല്ല നോക്കേണ്ടത്. നമ്മൾ ദൈവമുഖം അന്വേഷിക്കണം. പ്രേസരോ, ദൈവം എന്താണ് സൃഷ്ടിച്ചത്, ദൈവം എന്താണ് നമ്മളോട് പറയും, ദൈവം എന്താണ് കൽപ്പിച്ചതിനെ കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാകണം കേട്ടോ. അപ്പൊ ഇവിടെ യാക്കോബിന്റെ ജീവിതത്തിൽ പുതിയൊരു അനുഭവം എന്താണ്? സൂര്യൻ ഉദിച്ചു. യാക്കോബിന്റെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം, സൂര്യൻ ഉദിച്ചു. അത് നമ്മൾ വായിച്ച ഭാഗത്ത് കിടപ്പുണ്ട്. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല. എനിക്ക് സ്തോത്രം, യാക്കോബ് എന്ന് യാക്കോബ് പറഞ്ഞു. ആ സ്ഥലത്ത് പെനിയേൽ എന്ന് പേരിട്ടു. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചെന്ന്. നിന്റെ കുടുംബത്തിൽ ഒരു സൂര്യൻ ഉദിക്കുവാൻ, നിന്റെ ജീവിതത്തിൽ സൂര്യൻ ഉദിക്കുവാൻ, നിന്റെ തലമുറയിൽ നിന്റെ കഷ്ടത്തിൽ സൂര്യൻ ഉദിക്കുവാൻ, ആ പുതിയ ഉദയം ദൈവം തരാൻ ആഗ്രഹിക്കും. എന്ന് പറഞ്ഞാൽ ദൈവം ആകാശത്തെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഈ ഭൂമിയെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ആ സൂര്യനല്ല നിന്റെ ഉള്ളിൽ ഉദിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. നീതി സൂര്യനായി ക്രിസ്തു നിന്നിൽ ഉദിക്കാൻ ആഗ്രഹിക്കുക. നീതി സൂര്യനായിരിക്കുന്ന ക്രിസ്തു നിന്റെ ജീവിതത്തിൽ ഉദിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, നിന്റെ കുടുംബത്തിലേക്ക് വരുമ്പോൾ, നിന്റെ തലമുറയിലേക്ക് വരുമ്പോൾ, നിന്റെ കുടുംബത്തിന്റെ ഇരുളുകൾ മാറിപ്പോകും. രക്തം ചെയ്യാം, കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ. ഈ ദൈവത്തെ പറയുമ്പോൾ എത്രയോ ആളുകളെ സങ്കടത്തിലിരിക്കുന്നത്, മദ്യപാനത്തിന് അടിമപ്പെട്ട്, ഈ ലോകത്തിലെ ജടിക വ്യഭിചാര പരസംഗ ദുഷ്കാമത്തിന് അടിമപ്പെട്ട്, ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ തല്ലും അടിയും വെട്ടും കുത്തും തീവ്രവാദം, ഭീകരവാദവും വർഗീയതയും രാഷ്ട്രീയവും ഒക്കെ കൊണ്ടു നടന്ന് പരസ്പരം സ്നേഹിക്കാൻ കഴിയാതെ കുടുംബത്തിനകത്തോട്ട് സമൂഹം മുഴുവൻ, അധികാര സ്ഥാനങ്ങൾ മുഴുവൻ തമ്മിലടിച്ച് കലഹിക്കുന്ന വലിയ ഒരു കൂട്ടം ആളുകൾ നിറയപ്പെടുന്ന അതിന്റെ നടുവിൽ ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. ദൈവം നീതി സൂര്യനായ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഉദിക്കുന്നെങ്കിൽ, അതിന് നീ അവസരം കൊടുക്കുന്നെങ്കിൽ, നീതി സൂര്യനായ കർത്താവ് യാക്കോബിന്റെ ജീവിതത്തിൽ ഉദിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ എല്ലാ നിലയിലും മാറ്റം വന്നതുപോലെ ദൈവം നിനക്കൊരു മാറ്റം തരാൻ ആഗ്രഹിക്കുക. കരയുന്ന കണ്ണുനീരോടെ കരയുന്ന മാതാവേ, അല്ലെങ്കിൽ അമ്മ വിതപ്പി കരയുന്ന സഹോദര, ആരോടെന്റെ സങ്കടം പറയും, ആരോടെന്റെ ദുഃഖം പറയും, ആരെന്നെ സഹായിക്കും, ആരെന്നെ ആശ്വസിപ്പിക്കും എന്നൊക്കെ ഓർത്ത് നീ ഭാരപ്പെടാറില്ലേ? ഞാനിങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ കടന്നു പോകാറുണ്ട് കേട്ടോ, ഒരുപാട് സാഹചര്യങ്ങൾ കടന്നു പോകാറുണ്ട്. അപ്പൊ എനിക്കറിയാം, മനുഷ്യന്റെ മുഖം നോക്കിയിട്ട് കാര്യമില്ല. നീതിസൂര്യനായിരിക്കുന്ന കർത്താവ് എന്നിൽ ഉദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ തിരുമുഖം അന്വേഷിച്ച് ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, നിലവിളിക്കുമ്പോൾ ദൈവം ചില വഴികളെ തുറക്കും കേട്ടോ. ഹല്ലേലൂയ. അനുഭവമൊക്കെ കേട്ടോ. സ്വന്തം. അപ്പൊ നമുക്ക് നമ്മുടെ കർത്താവായ ആശ്രയം. അപ്പൊ ഈ യാക്കോബ് യാക്കോബിന്റെ ജീവിതത്തിൽ പുതിയ ഒരു അനുഭവം, സൂര്യൻ ഉദിച്ചു. ലോക ഐശ്വര്യങ്ങളായിരിക്കുന്ന പേരും പുകഴ്ചയും എല്ലാം, ലോകത്തിന്റെ ഐശ്വര്യമായിരിക്കുന്ന പേരും പുകഴ്ചയും സ്ഥാനവും മാനവും എല്ലാം മരണത്തോടുകൂടി മാഞ്ഞു പോകും. ലോകത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥാനമാനങ്ങളുടെ പേരുണ്ട്, പുകഴ്ചയൊക്കെയുണ്ട്. നിങ്ങൾ ഒരുപാട് വലിയ ആളാണ്, നിങ്ങൾ ഒരുപാട് നല്ലവനാണ്, മറ്റുള്ളവർക്ക് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവനാ. പക്ഷെ മരണത്തോടുകൂടി അതെല്ലാം മാഞ്ഞു പോകും. നീ ഭൂമിയിൽ എത്ര ഉന്നതനായിരുന്നാലും, എത്ര ശ്രേഷ്ഠനായിരുന്നാലും, നിന്റെ മരണം വരെ ആ ശ്രേഷ്ഠത, ഉന്നത സ്ഥാനവും കിട്ടത്തുള്ളൂ, ആ പേരും പുകഴ്ചയും കിട്ടുള്ളൂ. മരണത്തോടുകൂടി മുഴുവൻ മാഞ്ഞു പോകും. എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം നിത്യകാലമായിരിക്കും. ദൈവം നിനക്ക് തരുന്നത് നിത്യമായിട്ടുള്ളതായിരിക്കും. അതിന് നീ ഇതിനെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നിനക്ക് ദൈവം നിത്യജീവൻ തരുന്നു. നിത്യജീവൻ എന്ന് പറയുമ്പോൾ നിത്യകാലം നിലനിൽക്കുന്നതാണ്. ആ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ തിരുമുഖം അന്വേഷിച്ച് കർത്താവിനെ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കണം. അങ്ങനെ കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട്, ഹൃദയം കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് നിത്യജീവനെ പ്രാപിക്കുന്നെങ്കിൽ മരണം കൊണ്ട് നിന്റെ പേര് മാഞ്ഞു പോകുകയില്ല, മരണം കൊണ്ട് നിന്റെ ജീവിതം അവസാനിക്കത്തില്ല. നിനക്ക് നിത്യതയിൽ ഒരു സ്ഥാനം കിട്ടും. ഹല്ലേലൂയ. അല്ലാതെ നീ ലോകപ്രകാരം ജീവിച്ച മരിച്ചാൽ അവർക്കും നിത്യതയുണ്ട്, പക്ഷെ നരകമായിരിക്കും.
പ്രൈസലോ. അപ്പം മരണത്തോടുകൂടി എല്ലാം മാഞ്ഞു പോകുന്നെങ്കിലും ദൈവത്തിന്റെ അനുഗ്രഹം നിത്യ കാലത്തേക്ക് എന്നും തുടർന്നുകൊണ്ടേയിരിക്കും. കർത്താവിന്റെ തിരുമുഖം കണ്ട യാക്കോബ്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞു. കർത്താവിന്റെ തിരുമുഖം കണ്ട യാക്കോബ്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ വിടുക. എന്താണ് ഇതിന്റെ കാരണം? അല്ലേലൂയ. നമുക്കറിയാം, യാക്കോബ് ദൈവമായുള്ള മൽപ്പിടുത്തമാണ്. ഈ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം, അല്ലേലൂയ, അതിന്റെ 22 തൊട്ട് വാക്യങ്ങൾ വായിക്കുമെങ്കിൽ, രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാക്കോബ് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാവോളം അവരോട് മല്ല് പിടിച്ചു. യാക്കോബിനെ ജയിക്കില്ല എന്ന് കണ്ടപ്പോൾ ആ പുരുഷൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവരോട് മല്ല് പിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസുതിക്കുന്നവല്ലോ എന്ന് അവൻ പറഞ്ഞതിനെ. യാക്കോബിനെ പ്രത്യക്ഷമായിട്ട് പുരുഷൻ പറയുക, എന്നെ വിടുക. അപ്പൊ യാക്കോബ് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലോ, അത് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് പറഞ്ഞു. അപ്പം ദൈവം ചോദിച്ചു, നിന്റെ പേരെന്താണ്? അപ്പൊ എന്റെ പേരെന്താ എന്ന് പുരുഷൻ ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു, നീ ദൈവത്തോടും മനുഷ്യരും മല്ലുപിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേരിനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ തിരുമുഖം അന്വേഷിച്ച് ദൈവത്തോട് മല്ലുപിടിച്ച യാക്കോബിന്റെ ജീവിതത്തിൽ പുതിയ മാറ്റം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവ്, യാക്കോബിനെ പോലെ ദൈവമുഖം അന്വേഷിച്ച് യാക്കോബ് മല്ലുപിടിച്ച് പ്രാർത്ഥിച്ചതുപോലെ നിനക്ക് ദൈവസനെ മല്ലുപിടിച്ച് പ്രാർത്ഥിക്കുവാൻ, ദൈവസന് ഇരിക്കുവാൻ നിനക്ക് സമയമുണ്ടെങ്കിൽ യാക്കോബിന് പ്രത്യക്ഷമായ ദൈവം നിനക്കും പ്രത്യക്ഷമാകും. അല്ലേറിയ ആമി. യാക്കോബ് പറഞ്ഞതുപോലെ നീ പറഞ്ഞ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് യാക്കോബ് പറഞ്ഞതുപോലെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ നീ അങ്ങനെ ദൈവത്തോട് പറയുമ്പോൾ ദൈവം നിന്നോട് ചോദിക്കും, യാക്കോബിന്റെ നിന്റെ പേരെന്തെന്ന് ചോദിച്ച പോലെ ദൈവം നിന്നോട് സംസാരിക്കുമെന്ന്. പ്രൈസലോ. നമ്മൾ കർത്താവിന് കൊടുക്കണം, ദൈവത്തിന് കൊടുക്കണം. അല്ലേലൂയ. അപ്പം നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ലോ, അത് എന്നെ വിടുകയില്ല. അബ്രഹാം ലിങ്കൻ, അല്ലേലൂയ, ചെറിയ ബാലനായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ ഇപ്രകാരം പറഞ്ഞു, നീ അതിരാവിലെ ദൈവത്തിന്റെ മുഖം കണ്ടതിന് ശേഷമേ മനുഷ്യന്റെ മുഖം കാണാൻ പാടുള്ളൂ. എബ്രഹാം ലിങ്കനെ കുറിച്ച് നമുക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആണല്ലോ, ഇല്ലേ? അദ്ദേഹത്തിന്റെ അമ്മ ചെറുപ്രായത്തിൽ തന്നെ അവന് പറഞ്ഞു പഠിപ്പിക്കുക, ഇബ്രാഹിം ലിങ്കനെ പറഞ്ഞു പഠിപ്പിക്കുക, നീ അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തിന്റെ മുഖം കണ്ടതിന് ശേഷമേ മനുഷ്യ മുഖം കാണാൻ പാടുള്ളൂ എന്ന് കർത്താവോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ എബ്രഹാം ലിങ്കൻ കർത്താവോട് സംസാരിച്ചു കൊണ്ട് കർത്താവിന്റെ മുഖം കണ്ടതിന് ശേഷമേ അബ്രഹാം ലിങ്കൻ അല്ലെങ്കിൽ മനുഷ്യന്റെ മുഖം കാണുകത്തുള്ളായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലായിരിക്കും ഇങ്ങനെ ഉണ്ടോ? ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവത്തോട് ദൈവമുഖം കണ്ടിട്ടേ മനുഷ്യന്റെ മുഖം കാണുകയുള്ളൂ എന്ന് തീരുമാനമെടുക്കുന്ന ഏതെങ്കിലും ആളുകൾ ഇന്നിവിടെ ഉണ്ടോ? അങ്ങനെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കളുണ്ടോ? ഈ മൊബൈലിൽ തോണ്ടിക്കൊണ്ട് രാത്രിയും പകലും ഇത് തലയെണ്ണ ചൂടിലും ചങ്കൂടും മാറോടൊക്കെ ചേർത്ത് വെച്ച് കിടക്കുന്ന സഹോദര സഹോദരി, നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നീ ദൈവമുഖം അന്വേഷിക്കണം. മൊബൈലിലുള്ളവന്റെ മുഖം കണ്ട് മാലി ഇവിടുത്തെ സിനിമാക്കാരുടെയും ഇവിടുത്തെ റിയാലിറ്റി ഷോയുടെയും കോമഡിക്കാരുടെയും ഇവിടുത്തെ മറ്റുള്ളവരുടെയും അതുപോലെ അല്ലെങ്കിൽ അദ്ദേഹത്ത് കാണുന്ന സകല ചെടിയും പ്രാകൃതന്മാരുടെ മുഖം കണ്ടിട്ട് നീ അനുഗ്രഹിക്കപ്പെടത്തില്ല. രാവിലെ എഴുന്നേറ്റ് ദൈവമുഖം അന്വേഷിക്കണം. പ്രൈസ് ലോർഡ്. ദൈവമുഖം നീ അന്വേഷിച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ലോർഡ്. അപ്പൊ അബ്രഹാം ലിങ്കന്റെ ജീവിതത്തിൽ പിന്നീട് വലിയ മാറ്റങ്ങൾ വന്നു. അല്ലേലൂയ. അങ്ങനെ മനുഷ്യനെ കാണാനുള്ള അല്ലെങ്കിൽ ആഗ്രഹത്തെ അബ്രഹാം ലിങ്കനിൽ നിന്ന് മാറ്റിയിട്ട് അവൻ ദൈവത്തെ കാണുവാനുള്ള തീരുമാനമെടുത്ത് അവസാനം വരെയും ആ വാക്ക് പാലിച്ചു. അബ്രഹാം ലിങ്കന്റെ മരണം വരെ ആ വാക്ക് പാലിച്ചു എന്നാ. അല്ലേലൂയ. അപ്പം അബ്രഹാം ലിങ്കനൊക്കെ ശക്തനായ ഇത് എവിടെ അല്ലേലൂയ, ആർക്കും എവിടെ പഠിക്കാൻ പറ്റുന്ന ഒരാളും കൂടെ അല്ലേ ആ മാതാവ് പറഞ്ഞ് പഠിപ്പിച്ചതാ. എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ നിന്റെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കേ. രാവിലെ നീ ദൈവമൊക്കെ അന്വേഷിച്ചിട്ട് മറ്റുള്ള മുഖം കാണാവുള്ളൂ. വൈകിട്ട് കിടക്കാൻ പോകും കുഞ്ഞുങ്ങളുടെ കയ്യിൽ നീ മൊബൈലൊക്കെ വാങ്ങി വെക്ക്. അല്ലെങ്കിൽ അതും കൂടുതൽ രാത്രി മുഴുവൻ രാവും പകലും എല്ലാം ഇരുന്നിട്ട് ഏതെങ്കിലും സമയത്ത് കിടന്ന് എപ്പോഴെങ്കിലും എഴുന്നേറ്റ് വരുന്ന അല്ല ആ കുട്ടി. അങ്ങനെ വരാൻ നല്ല കുട്ടികളെ, അയ്യോ അവന് ക്ഷീണം, അവൻ രാത്രി മുഴുവൻ പഠിത്തം, ഞാൻ കിടന്നുറങ്ങട്ടെ എന്ന് പറയുന്ന മാതാപിതാവ് നീ രാവിലെ എഴുന്നേറ്റ് മക്കളെ ദൈവമുഖം കാണാൻ പഠിപ്പിക്കണം. പ്രൈസ് ലോർഡ്.
അല്ലേ? നീയായിട്ട് നിന്റെ മക്കളെ നശിപ്പിച്ച് കളയരുത്. പല മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ നശിപ്പിച്ച്, മക്കൾക്ക് ക്ഷീണം, ആ കിടക്കട്ടത്, അവന് ഇച്ചിരി കിടക്ക ക്ഷീണമുണ്ട്, രാത്രി മുഴുവൻ ആ കുഞ്ഞല്ലേ അല്ലേ എന്നൊക്കെ പറയുന്ന സഹോദര സഹോദരി, അബ്രഹാം ലിങ്കന്റെ അമ്മ പറഞ്ഞു, മോനെ നീ രാവിലെ എഴുന്നിട്ട് ദൈവമുഖം അന്വേഷിച്ചിട്ടെ മറ്റാരുടെയും മുഖം അന്വേഷിക്കാവുള്ളൂ. മരണം വരെ വാക്ക് പാലിച്ചെന്ന അല്ലേറിയ. അപ്പൊ യാക്കോബിന് ജ്യേഷ്ഠാവകാശം ലഭിച്ചു. അത് ഒരു അനുഗ്രഹം. ഒരു രാത്രി ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി അവൻ മല്ലുപിടിച്ചു. തന്റെ മക്കളെയും ഭാര്യമാരെയും വിട്ടിട്ട് തരിച്ചു വന്ന് കർത്താവിന്റെ തിരുമുഖം അന്വേഷിച്ച് ആറ്റിന്റെ മറുകരയിൽ കാത്തിരുന്നു. ആ രാത്രി ദൈവത്തെ അന്വേഷിച്ചതിനാൽ നിത്യമായ അനുഗ്രഹത്താൽ അല്ലേറിയ. അപ്പൊ യാക്കോബ് ദൈവത്തെ അന്വേഷിക്കുന്നതിന് ഭാര്യമാർ രണ്ടുപേരെ അക്കരെ കയറ്റി, മക്കളെയും തന്റെ ആടുമാട് കന്നുകാലികളിൽ അക്കരെ കയറ്റിയിട്ട് യാക്കോബ് മാത്രം തനിയെ പ്രാർത്ഥിച്ചതും. യാക്കോബ് മാത്രം. ഈ എല്ലാവരെയും കൂട്ടിയിരുത്തിക്കൊണ്ട് പ്രാർത്ഥന നടന്നുമില്ല. നീ ഒറ്റയ്ക്ക് ഇരുന്ന് കൂടെ പ്രാർത്ഥന, നിന്റെ കുടുംബ പ്രാർത്ഥന വേണം, സമൂഹ പ്രാർത്ഥന, സഭയ്ക്കകത്ത് പ്രാർത്ഥന. അപ്പോൾ തന്നെ യാക്കോബിനെ പോലെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ച്, യാക്കോബ് ദൈവത്തോട് മല്ലുപിടിച്ച് ദൈവത്തിന്റെ തിരുമുഖം കണ്ടതുപോലെ നീ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം. പ്രൈസണം അല്ലേറിയ. നിങ്ങളോട് ഞാൻ പലപ്പോഴും പറഞ്ഞു, ഞാൻ വെളുപ്പിനെ എല്ലാ ദിവസവും മുടങ്ങാതെ, ഒരു ദിവസം പോലും മുടങ്ങാതെ വെളുപ്പിനെ 3 മണി തൊട്ട് പ്രാർത്ഥന ആരംഭിക്കുന്നതാണ്. എനിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ അപ്പൊ എന്നോട് പലരും പറയും കിടന്ന് ഉറങ്ങണമെന്നൊക്കെ പറയും. കാരണം ഈ 3 മണിയാകുമ്പോൾ ചിലരുടെ മൊബൈലിലേക്കൊക്കെ മെസ്സേജ് ചെയ്യലും, ചിലർക്കൊക്കെ പ്രാർത്ഥന ആയി ചെല്ലും, ചിലർക്കൊക്കെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയൊക്കെ ചെല്ലും. എന്നോട് പറയും പാസ്റ്റ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. ഞാൻ പറയും എന്തിനു ഉറങ്ങും? എനിക്ക് ന്യായമായി ഉറക്കം ദൈവം തന്നിട്ടുണ്ട്, ന്യായമായി ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. എന്റെ ഉറക്കം കഴിഞ്ഞ് എനിക്ക് ലഭിച്ച സമയം ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു. ഞാൻ എഴുന്നേറ്റ് ഞാൻ ദൈവത്തോട് മല്ലുപിടിച്ച് പ്രാർത്ഥിക്കുക. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ. കാരണം ഞാൻ ദൈവമുഖം അന്വേഷിക്കാൻ തുടങ്ങി. ദൈവമുഖം അന്വേഷിക്കാൻ തുടങ്ങിയതാണ് സ്വാഭാവികം ഇന്ന് ജീവിതത്തിലെ ഈ സമാധാനം എന്ന് പറയുന്നത്. അല്ലേറിയ. കള്ളുകൂടിനായി ഭ്രാന്തനെ പോലെ ജീവിച്ച് എൻ്റെ ജീവിതത്തിലൊക്കെ സമാധാനം വന്നെങ്കിൽ അത് ദൈവമാണ് കാരണക്കാരൻ കേട്ടോ. അല്ലേറിയ. സ്വതന്ത്രം. ഒരു കള്ളുകൂടിയും ലോകം ഒരിക്കൽ പറഞ്ഞ ഭ്രാന്തനാണെന്ന്. അല്ലേറിയ. ഒരിക്കൽ ജയിലിൽ കൊണ്ടിട്ടപ്പോൾ അവർ പറഞ്ഞു ഇവൻ ഭ്രാന്തനാണെന്ന്. അല്ലേറിയ. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട് കേട്ടോ. പക്ഷെ ദൈവം പറഞ്ഞു നീ ഭ്രാന്തനല്ല, നീ കള്ളുകൂടിയനല്ല, നിന്നെ ഞാൻ എനിക്ക് വേണ്ടി വേർതിരിക്കുക. ഇന്നു മുതൽ നീ എൻ്റെ തിരുമുഖം അന്വേഷിക്കുന്നെങ്കിൽ നിന്നെ ഞാൻ യാക്കോബിനെ അനുഗ്രഹിച്ചതുപോലെ നിന്നെ അനുഗ്രഹിക്കും. യാക്കോബിന്റെ ജീവിതത്തിൽ പുതിയ സൂര്യൻ ഉദിച്ചതുപോലെ ഞാൻ നിന്റെ ജീവിതത്തിലും നീതി സൂര്യനായ കർത്താവ് ഞാൻ നിന്റെ ഉള്ളിൽ ഉദിച്ചാൽ നിന്റെ ഉള്ളിലെ ഇരുള് മാറി നീ പ്രകാശിക്കുമെന്ന് കർത്താവിനോട് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ കർത്താവിനോട് നേർപ്പിച്ചു കൊടുത്തു. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ കർത്താവിനോട് നേർപ്പിച്ചു കൊടുത്താൽ നിന്റെ എല്ലാ അവസ്ഥയും മാറുന്നേ. എല്ലാ അവസ്ഥയും മാറും. എത്ര കാലമായി നിങ്ങൾ ഈ കഷ്ടതയുടെ കടന്നു പോകുന്നത്? ഒരു വീടിന് വേണ്ടി, ഒരു ജോലിക്ക് വേണ്ടി, കടം മാറാൻ വേണ്ടി, മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട്, ഒരു നല്ല ജീവിതത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ശാരീരിക സൗഖ്യത്തിന് വേണ്ടി എത്ര കാലമായി നിലവിളിക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങൾ ഏത് മതത്തിലുള്ളവരായിരിക്കട്ടെ, ഏത് മതവിഭാഗമായിരിക്കട്ടെ, നിങ്ങളോട് കർത്താവ് ജാതിയൊന്നും ചോദിക്കത്തില്ല. ലോകം ചോദിക്കും, കർത്താവ് ചോദിക്കുന്നില്ല. നിങ്ങൾ കർത്താവിന് വിലപ്പെട്ടവന്, വിലയേറിയനും മാന്യനുമാണ്. അല്ലേറിയ. അതുകൊണ്ട് നമ്മൾ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. രക്തം ചെയ്യാം. അല്ലേറിയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുകയാണെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട യാക്കോബ് ലാബാന്റെ വീട്ടിലേക്ക് പോയപ്പോൾ യാക്കോബിന് ഭാര്യമാരും മക്കളും ലഭിച്ചു. അല്ലെങ്കിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട യാക്കോബ് ലാബാന്റെ വീട്ടിൽ അവന് ഭാര്യമാരും മക്കളിൽ ധാരാളം ആടുമാടുകൾ സ്വന്തമാക്കി, അനവധി ആടുമാടുകളെ സ്വന്തമാക്കി. ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചപ്പോൾ തന്റെ മൂത്ത സഹോദരനായിരിക്കുന്ന ഏശാവിന്റെ തന്നോടുള്ള ആ വൈരാഗ്യം മാറി. ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചപ്പോൾ യാക്കോബിനോട് തന്റെ സഹോദരൻ ഏശാവിനുണ്ടായിരുന്ന പക മുഴുവൻ മാറി, എതിർപ്പ്, വൈരാഗ്യം മുഴുവൻ മാറി. ഏശാവിനോട് ദൈവം ഇടപെട്ടു. നീ അവൻ ഒരു ദോഷവും ചെയ്യരുതെന്ന് പറഞ്ഞു. അത് ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാവി പിതാവി സഹോദര, നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിനക്കെതിരെ ശത്രു സൈന്യം വലിയ പ്രതികൂലമായി നിന്നാലും, നിനക്ക് ശത്രു ഒരു വലിയ കൂട്ടമായി നിന്നാലും, യാക്കോബിനെ പോലെ ദൈവമുഖം അന്വേഷിക്കുന്നെങ്കിൽ, യാക്കോബിന്റെ സഹോദരൻ ഏശാവ് തനിക്കെതിരെ നിന്നെങ്കിൽ ആ യേശാവിനെ ദൈവം തിരുത്തിയെങ്കിൽ നിന്റെ ശത്രുവിനെ നിനക്ക് അനുകൂലമാക്കി തരും. പ്രൈസലോ. അല്ലേറിയ. വേദപുസ്തകത്തിൽ ഒരു വാക്യത്തിനും മാറ്റമില്ല കേട്ടോ. അല്ലേറിയ. അപ്പൊ ഇവിടെ നമ്മൾ പിന്നെ യാക്കോബ് അല്ലേറിയ സ്തോത്രം സ്നേഹത്തോടുകൂടി യാക്കോബിനെ സ്വീകരിച്ച് മരണഭയം നീങ്ങിപ്പോയി. ഏശാവ്
സ്നേഹത്തോടുകൂടി യാക്കോബിനെ സ്വീകരിച്ച് യാക്കോബിന്റെ ഉള്ളിൽ മരണഭയം മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ദൈവവചനമൊക്കെ വായിക്കുമ്പോഴേ നിങ്ങളോട് സംസാരിക്കുന്ന ദൂതാ കേട്ടോ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ നിന്നോട് സംസാരിക്കുന്ന ദൂതാ. സ്വതം ഞാൻ ചോദിച്ചിട്ട് പറയും പലപ്പോഴും അത് നിങ്ങളുടെ ദൈവം എന്നോട് പലരും ചോദിച്ചിട്ട് ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. ഈ കാലഘട്ടമാണ് 21 നൂറ്റാണ്ടും പലരും യേശു നിങ്ങളുടെ ദൈവമല്ലേ? ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ദൈവമാണ്, പക്ഷെ നിങ്ങളുടെ കൂടെ ദൈവമാണ്. ഞങ്ങൾക്കായിട്ട് പ്രത്യേകിച്ചൊരു ദൈവമില്ല. ഈ കാണുന്ന ഭൂമിയെ മുഴുവൻ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്, കർത്താവായ യേശു. അത് നമ്മുടെ എല്ലാവരുടെയും ദൈവമാണ്. അങ്ങനാണോ? അങ്ങനെയൊക്കെ ചോദിക്കുന്നൊരു ഇന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ജീവിതത്തിൽ അജ്ഞത മാറണം. നിന്റെ ജീവിതത്തിൽ അജ്ഞത മാറിയിട്ട് നീ ദൈവത്തിലേക്ക് വാ. സൃഷ്ടാവ് ഒറ്റ ഒരുത്തനാ. സൃഷ്ടാവ് ഒരുവൻ മാത്രമേ ഉള്ളൂ. സൃഷ്ടികളല്ല ദൈവം, സൃഷ്ടാവാണ് ദൈവം. പലരും സൃഷ്ടികളെ ദൈവമായി വെച്ച് പൂജിക്കുന്നു, സൃഷ്ടികൾക്ക് ദൈവത്വം കൊടുക്കുന്നു, സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്നു, സൃഷ്ടികളെ പിന്നാലെ പോകുന്നു, സൃഷ്ടികളുടെ മുമ്പിൽ മുട്ടുകുത്തുന്നു, സൃഷ്ടികൾക്ക് നേർച്ച കാഴ്ചകൾ കൊടുക്കുന്നു. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, സൃഷ്ടികളല്ല ദൈവം, സൃഷ്ടാവാണ് ദൈവം. ഹല്ലേലൂയ. അതെങ്കിലും തിരിച്ചറിയണ്ടേ? ഹല്ലേലൂയ, സ്തോത്രം. സൃഷ്ടാവാണ് ദൈവം. സൃഷ്ടാവിന്റെ തിരുമുഖം കാണുന്നെങ്കിൽ അവൻ നമ്മോട് കൃപ കാണിച്ച് നമ്മെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന സഹോദരൻ, ദൈവത്തിന്റെ തിരുമുഖം അന്വേഷിക്കേണ്ട സമയം ഇതാണ്. ദൈവത്തിന്റെ തിരുമുഖം അന്വേഷിക്കേണ്ട സമയം ഇതാണ്. ഹല്ലേലൂയ. ആമേൻ. തനിച്ച് ദൈവത്തോടിരുന്ന് പ്രാർത്ഥിക്കുവാൻ വളരെ ശാന്തതയുള്ള ഒരു സ്ഥലത്തേക്ക് നീ ഒരുങ്ങണം. ദൈവത്തോട് തനിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ആമേൻ. നിനക്ക് സ്വന്തമായ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണം. മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. സഭയായിട്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന സുഹൃത്തുക്കൾ തമ്മിൽ പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. എന്നാൽ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന യാക്കോബിനെ പോലെ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നിനക്കുണ്ടെങ്കിൽ നീ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. യാക്കോബിന്റെ പ്രാർത്ഥന ദൈവം ഇറങ്ങി വന്നതുപോലെ അരിവിടി നീ അങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം. അതിന് ദിവസമോ ദിവസമോ മാസങ്ങളോ ഒന്നും നോക്കണ്ട. ചിലൊക്കെ ദൈവത്തെ തിരഞ്ഞെടുക്കുന്ന കാര്യം ദിവസങ്ങൾ നോക്കും, മാസങ്ങൾ നോക്കും, വർഷങ്ങൾ, അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ ദൈവോപവാസത്തോടു കൂടി ദൈവത്തിൽ ഇരുന്ന് ദൈവമൊക്കെ അന്വേഷിക്കുന്നെങ്കിൽ യാക്കോബിന് പ്രത്യക്ഷമായ ദൈവം നിനക്ക് പ്രത്യക്ഷമാകുമെന്ന് ഹല്ലേലൂയ രക്തം ചെയ്യും. ആമേൻ. അമ്മയുടെ വയറ്റിൽ നിന്നും നിങ്ങളെ തെരഞ്ഞെടുത്തവനായി ദൈവം തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും. അമ്മയുടെ ഉദരത്തിൽ നിങ്ങളെ തെരഞ്ഞെടുത്തവൻ നിങ്ങളെ വാസ്തവമായിട്ട് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 34 സങ്കീർത്തനം 10 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. അതെ, ബാലസിംഹങ്ങൾക്ക് പോലും രാത്രി ഇര തേടി കിട്ടാത്ത ദിവസങ്ങളുണ്ടെന്ന്. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ, ദൈവത്തെ അന്വേഷിക്കുന്നവന് അല്ലെങ്കിൽ ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ലെന്ന് ഹല്ലേലൂയ രക്തം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ജീവിതം ഒരിക്കൽ മാത്രമാണ്. രണ്ടാമതൊരു ജീവിതം നമുക്ക് ഈ ഭൂമിയിലില്ല. ലഭിച്ച ജീവിതം നീ കർത്താവിനെ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിനെ നിലവിളിക്കുന്നെങ്കിൽ അവൻ നിന്നെ അനുഗ്രഹിക്കും. യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം. ഹല്ലേലൂയ. എന്താണ് വായിച്ചു പറഞ്ഞത്? ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. അതെ, ഇന്നുപോലെ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, ആ ദൈവമുഖം അന്വേഷിപ്പാൻ നീ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിന്നോട് ദൂത് പറയാം. നിന്റെ സകല കഷ്ടങ്ങളും പ്രശ്നങ്ങളും എന്റെ ഇരുളുകൾ മാറി നീ കടന്നു പോകുന്ന മരണനിഴലിൽ താഴ്വരയുടെ അനുഭവത്തെ മാറ്റി, കൂരിലിന്റെ അനുഭവത്തെ മാറ്റി, നിന്റെ കഷ്ടങ്ങളും ഞെരുക്കങ്ങളും മാറ്റി നീ അനുഭവിക്കുന്ന നിന്ദകൾ അപവാദത്തിന് തന്നെ ദൈവം നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. യാക്കോബിന്റെ ജീവിതത്തിൽ പുതിയ സൂര്യൻ ഉദിച്ചതുപോലെ അവന്റെ ജീവിതത്തിൽ പുതിയ ബലം ശക്തി പ്രാപിച്ചതിന്റെ പേര് മാറി. അവന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് അവന്റെ ശത്രുവായിരിക്കുന്ന അവന്റെ വൈരിയായിരുന്ന യേശാവിനെ അവന് മിത്രമാക്കി കൊടുത്തതുപോലെ ദൈവം തന്നെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഭാരത് ലോക രാജ്യങ്ങളെ ചേർന്ന് വലുമായ എല്ലാ ജനത്തെ ഞങ്ങൾ ഏൽപ്പിക്കും. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, കുടിൽ തൊട്ട് കോട്ടായിരത്തി വരെ പാർക്കുന്ന സകല ജനത്തെയും കർത്താവേ, ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരത്തിൽ യൗവനത്തിൽ വാർദ്ധരാലും വൃദ്ധരശന യാചകർ, ഓർഫനേജിൽ ഹോട്ടലിൽ തടവറയിലായിരിക്കുന്ന എല്ലാ മത നേതാക്കന്മാരെ, എല്ലാ രാഷ്ട്രീയക്കാരും, എല്ലാ ഭരണവിപക്ഷ പാർട്ടികളെയും, എല്ലാ ഉന്നതാധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, മദ്യത്തിന് മയക്കുമരുന്ന് ലഹരിക്ക് വെടിപ്പെട്ട് പാപശാപ രോഗബന്ധങ്ങൾ അകപ്പെട്ട് കിടക്കുന്ന തീവ്രവാദ ഭീകര വർഗീയത അകപ്പെട്ട് മനുഷ്യനെ കർത്താവ് തകർക്കുന്ന അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ കുടിക്കിടക്കുന്ന എല്ലാ ജനങ്ങളും മടങ്ങി വന്ന് കർത്താവായി തിരുമുഖം അന്വേഷിച്ച് കർത്താവ് കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന്
ഒരു മോചനം അവർക്ക് കൊടുക്കണമേ. അവരുടെ കഷ്ടതയെ ദൈവം മാറ്റണം, സങ്കടങ്ങൾ മാറ്റി, ശാപങ്ങൾ മാറിപ്പോകട്ടെ, പാപങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. അനേക കുടുംബങ്ങൾ കണ്ണുനീരിന്റെ നദിയുടെ കടന്നു പോകുന്ന അധ്വാനിക്കുന്ന മുഴുവൻ കള്ളഷാപ്പുകാരനും, വീവടിച്ചുകാരനും, വാറുകാരനും, ചൂതാട്ടക്കാരും, അസാന്മാർഗമായ ജീവിതത്തിലേക്കും ഭാര്യയെ സാത്താൻ വലിച്ചിഴച്ച് കൊണ്ടുപോകുമ്പോൾ അനവധി കുടുംബങ്ങൾ, ഭാര്യമാരും, മാതാവ്, കുഞ്ഞുങ്ങൾ അടക്കം കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ കർത്താവ് ഇതെല്ലാം മാറി കുടുംബത്തിനകത്ത് ദൈവീയ സമാധാനം ഉണ്ടാകുവാൻ ഇബ്രാഹിമികളോട് തന്റെ മാതാവ് പറഞ്ഞ് ബാല്യത്തിലെ നീ അതിരാവിലെ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചിട്ട് മനുഷ്യന്റെ മുഖം കാണാവുള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് എബ്രാഹിമിന്റെ മരണം വരെ ഭരിച്ചതുപോലെ ഞങ്ങൾ കുഞ്ഞുകുട്ടികളടക്കം ഞങ്ങളുടെ കുടുംബത്തിനകത്ത് അതിരാവിലെ എഴുന്നേറ്റ് ദൈവമുഖം അന്വേഷിച്ച് വാക്ക് മരണം വരെ പാലിക്കുന്ന ഒരു കൂട്ടം സമൂഹത്തെ ഈ ദിവസങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിക്കണമേ. സകലത്തിന്മേലെ ദൈവനീതിപരം കേരളത്തിൽ ലോക രാജ്യമുള്ള ക്രൈസ്തവ വിശ്വാസികൾക്കായി ദൈവമക്കൾക്കായി പ്രാർത്ഥിച്ചു. സുവിശേഷം മുഖാന്തരം വളരെ ഉപദ്രവങ്ങൾ, പീഡകൾ, നിന്ദകളും അപമാനങ്ങളും ഏൽക്കുമ്പോൾ, രക്തസാക്ഷിത്വം വരെയിരിക്കുമ്പോൾ സുവിശേഷത്തെ കർത്താവ് സുവിശേഷത്തിനെതിരെ കർത്താവ് മതവിരോധ നിയമം കൊണ്ടുവന്ന് അവരെ കർത്താവ് ജയിലയുടെ ചെറുടെ കള്ള കേസ് എടുക്കുന്ന ഭരണാധികാരിയുടെ ന്യായാധിപന്മാരും രാജ്യരാഷ്ട്ര തലന്മാരെ ദൈവം സന്ദർശിക്കണമേ. കർത്താവ് തിയമീതുവിനെ തകർത്തുകളെ ശ്രമിക്കുന്ന സകല ദൂഷ്ടശക്തികളെയും സാത്താന്റെ സകല തന്ത്രങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്ന എല്ലാ ദൈവമക്കളും ഇന്ന് പകൽ കർത്താവ് കരയിലും കടലും ആകാശമാർക്കും വാഹനത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും, വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളായി കിടക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്, എല്ലാവർക്കും സൗഖ്യം കൊടുക്കണമേ. നിരാശയുടെ കടന്നു പോകുന്ന കർത്താവ് ആശ്വാസം കൊടുക്കണമേ. കുടുംബം തകർന്ന്, കുടുംബജീവൻ തകർന്ന്, കുടുംബത്തിൽ സമൂഹത്തിൽ ഒത്തൊരുമിച്ച് വസിൽ പ്രശ്നങ്ങൾ അത്രയപ്പെട്ട് നിൽക്കുന്ന അനവധി കുടുംബങ്ങൾ, പാപശാപ രോഗമെന്ന കുടുംബങ്ങളെല്ലാം വിടുവിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.